ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് തെലുങ്കാന സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് 2 ഉള്ളി ഇതുപോലെ നമ്മളൊന്ന് ചുട്ടെടുക്കണം. നമ്മളെങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഒരു മീൻ കറിക്ക് ഒരു റിച്ച് ടേസ്റ്റ് തന്നെ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ശരിക്കും ഒരു വ്യത്യസ്ത ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് സിമ്മിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒന്ന് കരിയുന്ന രീതിക്ക് നമ്മൾ ചൂടാക്കുമ്പോൾ ഉള്ളിൽ കറക്റ്റായിട്ടുള്ളൊരു വേവായിരിക്കും. മുകളിൽ ഭാഗം അതായത് നമ്മുടെ തോല് മാത്രമാണല്ലോ കരിയുന്നത്, ഉള്ളിൽ ഭാഗം കറക്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പുളി കുറച്ച് കൂടുതലായിട്ട് എടുക്കും, തക്കാളി ഒരെണ്ണമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്, അത് മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ വേറൊരു പാനിൽ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, 2 ഏലക്ക, 3 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, ചെറിയ കഷ്ണം 2 പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് സിമ്മിൽ നല്ല ചൂടാക്കി എടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ല ചൂടാക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ച് ആവണം. ആ സമയത്ത് നമുക്ക് തേങ്ങയിട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഏകദേശം നമ്മൾ സിമ്മിൽ തന്നെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഏകദേശം ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ തേങ്ങയിട്ട് കൊടുക്കാം. ഒരു 6 ടീസ്പൂൺ തേങ്ങയാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 6 ടീസ്പൂൺ തേങ്ങ എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു 8 പേർക്കൊക്കെ ഈ ഒരു കറി കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു അളവിലേക്ക് നമ്മൾ ഇത്രയും ഒരു 6 ടീസ്പൂൺ തേങ്ങ ഇട്ടാൽ മാത്രം മതി. നമുക്ക് കറി കൂടുതലായിട്ട് തന്നെ ഉണ്ടാവും. അതായത് നമ്മൾ ഈ ഒരു തേങ്ങ നല്ല ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കസ്കസ് ചേർക്കും. അതായത് 1 ടീസ്പൂൺ നമ്മൾ ആ പോപ്പി സീഡ് ചേർക്കുന്ന സമയത്ത് ഈ ഒരു മീൻ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും. അതായത് നമ്മൾ 1 ടീസ്പൂൺ ചേർത്താൽ തന്നെ മതിയാവും. അതുപോലെ തന്നെ 6 ടീസ്പൂൺ തേങ്ങയും നമുക്ക് മതിയാവും. 8 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അളവിലേക്ക് നമുക്ക് ഈ ഒരു കറി ഉണ്ടാവും. കസ്കസ് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കട്ടെ. ആ ഒരു ചെറിയ ചൂടിൽ തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ വീണ്ടും ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആദ്യം നമ്മൾ ചൂടാക്കി വെച്ചിട്ട് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകിയിട്ട് നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ 2 ഉള്ളി ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചൂടാക്കിയിട്ട് നമ്മുടെ തേങ്ങയുടെ മിക്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ അതുപോലെ തന്നെ ഞാൻ പുളിവെള്ളം, അതായത് 2 ലെമണിൻ്റെ സൈസിലേക്കുള്ള പുളിയാണ് ഞാൻ എടുത്തത്. അത് നമ്മൾ 1 തക്കാളിയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതലായിട്ട് പുളി എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ പുളിവെള്ളത്തിൽ തന്നെ നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒഴിച്ചിട്ട് നമുക്ക് കറിക്ക് എത്ര വെള്ളം വേണ്ടത് അതിനാവശ്യത്തിന് പോലെ നമ്മൾ ആ പുളിവെള്ളത്തിൽ തന്നെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വേറൊരു പാത്രത്തിൽ 5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് ഒരു 5-6 വെളുത്തുള്ളിയും കൂടി ഇട്ട് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയാണ്, ആവശ്യത്തിലേക്കുള്ള കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ പുളിവെള്ളം തേങ്ങയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിലേക്കുള്ള ഉപ്പ്, ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ്, അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടുമല്ലോ, അപ്പോൾ അതിനുവേണ്ടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മിക്സായി വരട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളൊരു 5 മിനിറ്റ് അടച്ച് വെക്കണം കേട്ടോ. 5 മിനിറ്റ് നമ്മൾ അടച്ച് വയ്ക്കുമ്പോൾ മാക്സിമം ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതൽ വയ്ക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മാക്സിമം ഒരു 5 മിനിറ്റൊക്കെ നമ്മൾ വയ്ക്കുമ്പോഴാണ് നല്ല എണ്ണ തെളിഞ്ഞ് വരും. ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് കറിക്കൊരു ചെറിയൊരു തിക്നെസ്സും കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. ഒന്നുകൂടി നല്ല തെളിഞ്ഞ് വരാനുണ്ട്. നമുക്കത് മീനിട്ടിട്ട് വീണ്ടും ഒരു 5-6 മിനിറ്റ് വീണ്ടും സിമ്മിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒന്നുകൂടി നല്ല തിക്കായിട്ട് എണ്ണ വീണ്ടും നല്ല തെളിഞ്ഞ് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 5-6 മിനിറ്റ് കൂടി ഞാൻ സിമ്മിൽ തന്നെ വെച്ച് അടച്ച് വയ്ക്കുമ്പോൾ നല്ല തെളിഞ്ഞ് വരും കേട്ടോ. ഇപ്പോൾ തന്നെ ഏകദേശം നല്ല തിക്കായിട്ടുള്ളൊരു കറിയായിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഈ ഒരു കറി എന്ന് പറയുന്ന സമയത്ത് ചെറിയൊരു തിക്നെസ് കാണണം. അത് നമ്മൾ ആ കസ്കസ് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു കറിക്ക് ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ആ ഒരു ടെക്സ്ചറും ആ ഒരു ക്രീമി ആയിട്ടുള്ളൊരു ആ ഒരു ടെക്സ്ചറൊക്കെ നമുക്ക് കിട്ടുന്നത് അതൊക്കെ ചേർക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിലേക്കുള്ള കറിവേപ്പില ഇട്ടിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചൊക്കെ വെച്ചുകൊണ്ട് തുറന്നാൽ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കുന്ന സമയത്ത്. ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതായത് നമ്മുടെ കേരള മീൻ കറിനെ അപേക്ഷിച്ച് ശരിക്കും ഇത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക.